നരേന്ദ്ര സാറേ, കരുവന്നൂർ സഹകരണ ബാങ്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ചൂടേറിയ ചർച്ച. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തി കരുവന്നൂർ വിഷയം ഉയർത്തിക്കാട്ടിയതിനു ശേഷം അത് CPM ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പിണറായി വിജയന്റെ പത്രസമ്മേളനം അതിന്റെ ഉദാഹരണമാണ്. വളരെ വിശദമായ ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. ഈ BJP ആണെങ്കിലും CPM ആണെങ്കിലും കരുവന്നൂരിനെ വെറും രാഷ്ട്രീയ ആയുധം മാത്രമാക്കി ഉപയോഗിക്കുകയാണ് എന്നൊരു തോന്നൽ സാറിനുണ്ടോ? അല്ല, അവിടെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കഴക്കൂട്ടത്തിൽ നിന്ന് ആഞ്ഞടിക്കുകയായിരുന്നു. ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാട്ടാക്കടയിലെ ഇതിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ആ ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു പ്രബലമായ വിഷയമാണ് കേന്ദ്രത്തിനും എന്ന് വന്നു. അപ്പോഴാണ് ED കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് ഒരു താക്കീത് കൊടുക്കുകയും ഈ കൊള്ളയടിക്കപ്പെട്ട പണം തിരിച്ചു കൊടുക്കും എന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ ഒരു നിസ്സാര കാര്യമല്ല. എന്നാലും ഇവർ തമ്മിൽ എന്താണ്, പിണറായിക്കും മോദിജിക്കും ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ കണ്ണടയ്ക്കുകയും ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ മകളുടെ മാസപ്പടി കേസിനെ കുറിച്ചും CMRL കുറിച്ചും അന്വേഷിക്കും എന്ന് പറയുകയും നടപടിയെടുക്കും എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ED പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നത് ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും തുടർച്ചയും ഒന്ന് നമ്മൾ അറിയേണ്ടത് അതിൻ്റെ ചരിത്രം. കാരണം റോബർട്ട് ഓവൻ ആണ് ഇതിൻ്റെ പിതാവ്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. അത് ആവിഷ്കരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇടനിലക്കാരില്ലാതെ സഹകാരികൾ ഒരുമിച്ച് കൂടി അവർ തന്നെ ലാഭവിഹിതം അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ സഹകരണ പ്രസ്ഥാനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ ഏത് പ്രസ്ഥാനവും കുറച്ച് കഴിയുമ്പോൾ അഴുക്ക് പെരളുന്നത് പോലെ, അഴിമതി പെരളുന്നത് പോലെ കാലാകാലങ്ങളിൽ വന്നുപെട്ടതാണ്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ സഹകരണ സംഘങ്ങളിൽ എത്ര എണ്ണത്തിലാണ് അഴിമതി? ഈ അഴിമതി നമ്മൾ കാണുന്ന അഴിമതി മാത്രമല്ല, ഈ നിക്ഷേപം വാങ്ങിയിട്ട് കട്ടുമുടിച്ചു പോകുന്നു എന്നതല്ല. അതിനേക്കാൾ അധികമായി അവിടെയുള്ള ശിങ്കിടികളെ, ഓരോ നേതാക്കന്മാരുടെയും ശിങ്കിടികളെ അവിടെ ക്ലാർക്കന്മാരാക്കി വെക്കുന്നു, പിയൂൺമാരായി വെക്കുന്നു. 20-25 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്യുന്നു. അവർക്ക് ഇഷ്ടം പോലെ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കാണാപ്പുറത്തുള്ള ഒരുപാട് അഴിമതികൾ നടക്കുന്നതിനേക്കാൾ അധികമായിട്ടാണ് ഇവിടെ ഈ നേതാക്കന്മാരുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ കരുവണ്ണൂരിൽ ഏതാണ്ട് 100-150 കോടിയുടെ നമ്മൾ അറിയുന്ന കൊള്ള നടന്നപ്പോൾ തന്നെ ഇതിനകത്ത് വന്നൊരു പെശക് ഈ പണം കൊണ്ട് തന്നെ നിക്ഷേപിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നു, കൊണ്ടിടുന്നു. വേറൊന്ന്, ഒരുത്തൻ തന്നെ ഒരു ലോൺ 3 പ്രാവശ്യം എടുക്കുകയാണ്. 3 പ്രാവശ്യം എടുക്കുകയാണ്. പിന്നെ ഒരു ലോൺ കെയർടേക്ക് ചെയ്യുന്നു. കെയർടേക്ക് ചെയ്തിട്ട് ആ ലോണിന് മുകളിൽ പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതവർ മാറ്റുകയാണ്. പിന്നെ ഇവരുടെ അനുയായികൾക്ക് മാത്രം, ബന്ധുക്കൾക്ക് മാത്രം ഇത് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് വേറൊരു കാര്യം ശരത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പ്രവർത്തന മേഖല 2-3 താലൂക്കുകളിലാണ്. പക്ഷെ ആ താലൂക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇത് വ്യാപിച്ചു നിന്ന് അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അംഗങ്ങളിൽ അല്ലാത്തവർക്ക് വായ്പ കൊടുത്ത് ആ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ നിൽക്കുന്നു. പിന്നെ ഒന്നുള്ളത് ഇതിനകത്ത് മാനേജ്മെന്റ്. ഇപ്പൊ നിക്ഷേപം സ്വീകരിച്ചാൽ ആ നിക്ഷേപത്തിന്റെ പലിശ കൊടുക്കാൻ കഴിയുമോ? കഴിയത്തില്ലെങ്കിൽ എങ്ങനെയാണ് അതിന് പരിഹാരം? ഇപ്പൊ തന്നെ എത്രയോ പേരാണ് പലിശ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പെൺമക്കളുടെ കല്യാണം ഉറപ്പിച്ചു. വേറെ ചിലർ വീട് വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എല്ലാം ചികിത്സാ സഹായം വിറ്റുപിറക്കി എല്ലാം കൊണ്ട് അവിടെ നിക്ഷേപിച്ചു. പിന്നെ ഇവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ CPM നേതാവിനും കോടിക്കണക്കിന് രൂപയുടെ ആദായം കിട്ടുകയായിരുന്നു. പിന്നെ ധൂർത്തായിരുന്നല്ലോ. ഈ പണമൊക്കെ എവിടെ പോയി എന്ന് ഇനി അവസാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവരുടെ ആർഭാട ജീവിതം, അവരുടെ വീട് വെപ്പ്, അവരുടെ മക്കളെ പഠിപ്പിക്കൽ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പണം മുഴുവൻ കാണാതെ ഇവർ മോഷ്ടിച്ചെടുക്കുകയും ആ മോഷ്ടിച്ചെടുത്ത പണം മുഴുവൻ പല വ്യാജമായ കടമെടുപ്പിലൂടെ ഇത്
ബാങ്കിനെ പൊട്ടിക്കുകയായിരുന്നു. ഇതൊരു ബാങ്കല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. തൃശ്ശൂർ ബാങ്കുണ്ട്, പിന്നെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ കണ്ടള ബാങ്കുണ്ട്, അങ്ങനെ എത്രയോ ബാങ്കുകൾ. CPM മാത്രമല്ല, കോൺഗ്രസിന്റെയും ബാങ്കുകളുടെ കൊള്ള നിസ്സാരമല്ല. അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ആലപ്പുഴയിൽ സഹകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അർബൻ ബാങ്കിലെ കമ്മിറ്റി അംഗമായിരുന്നു. നമ്മുടെ ഭൂപണയ ബാങ്കിൽ ഞാൻ പ്രസിഡന്റ് അപ്പോൾ അതൊക്കെ അന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ പണത്തിന്റെ അടവ് കുറഞ്ഞു വന്നാൽ, ഇപ്പോൾ ശരത്ത് ലോൺ എടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ, ശരത്ത് ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ല, അത് കിട്ടാക്കടമായി ബാങ്കിന് ഒരു പഴിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള അന്വേഷണത്തിൽ ബാങ്കിന് പിഴയോ ശിക്ഷയോ വിധിക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു ഇത് പ്രയോഗിച്ചു. ഇപ്പോൾ ശരത്തിന് ഈ പണം അടയ്ക്കാൻ കഴിയുന്നില്ല, പലിശയെല്ലാം കൂടെ ഈട്ടം കൂടി, അപ്പോൾ ശരത്തിന് വേറൊരു ലോൺ തരിക, എന്നിട്ട് ഈ ലോൺ അടയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിട്ടാക്കിടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും. പക്ഷേ അവിടെയൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുമ്പോൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തന്നെ അഴിമതി നടത്താനാണ് പറയുന്നത്. ആളുകളെ നിയമിക്കാൻ പറയുന്നു, ഇതിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു മാറ്റണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും വഴങ്ങിയില്ല. വഴങ്ങാതിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന കാറ് കത്തിക്കുകയുണ്ടായി. ഭയങ്കര വിരോധമാണ് ആളുകൾക്ക് ഈ അഴിമതിക്ക് കൂട്ടു നിന്നില്ലെങ്കിൽ. അപ്പോൾ ഓഫീസിൽ കിടന്ന കാറ് കത്തിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊരു കേസും തുമ്പും ഒന്നും ഉണ്ടായില്ല. പിന്നെ ചിലരൊക്കെ പല മേഖലകളിൽ നിന്നാണ് ഇതിലേക്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി വരുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ 10 ലക്ഷം രൂപ വീതം, അന്ന് 10 ലക്ഷം രൂപ വീതം വാങ്ങി നമുക്ക് ഇവരെ നിയമിക്കാം, ക്ലാർക്കന്മാരെ നിയമിക്കാം, ഒന്ന് സാറ് കണ്ണടയ്ക്കണം, ഓരോ ഡയറക്ടർ ബോർഡിനും ഓരോരുത്തരെ നിയമിക്കാനുള്ള അധികാരം തന്നാൽ മതി. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവരെനിക്ക് തന്നെ തിരിഞ്ഞു. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എനിക്കിത് എതിരായി പോലും തിരിഞ്ഞു. പിന്നെ അത് പുറത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് നിന്നങ്ങ് പിന്മാറാൻ തീരുമാനിച്ചു, രാജിവെക്കുകയായിരുന്നു. അപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനം ഉണ്ടായതിൻ്റെ സൽലക്ഷ്യങ്ങൾ അത് മുഴുവൻ മറന്ന് ഇതിനെ എങ്ങനെയാണ് വ്യാജമായി പണം തട്ടിയെടുക്കാനുള്ള സോഴ്സാക്കി മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ് ആലോചിച്ചത്. പാർട്ടി സെക്രട്ടറി, ആ പാർട്ടി സെക്രട്ടറി തന്നെ, പാർട്ടി സെക്രട്ടറിയുടെ പണം ഏതാണ്ട് 10 കോടിയോ മറ്റോ ഇപ്പം മരവിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എത്രയോ കോടി, 100 കോടിയുടെ പാർട്ടി അക്കൗണ്ടുകൾ, 100 പേരുടെ പേരിൽ പാർട്ടി അക്കൗണ്ടുകളുണ്ട്. പിന്നെ ഇതിനൊന്നും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇൻകം ടാക്സുകാർ പിടിക്കാൻ പോകുന്നു. ഇതിനൊക്കെതിരെ പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനത്തിൽ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നു. ഈ നുണകൾ പറഞ്ഞ് ഗീബൽസിനെ പോലെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ സത്യമാകത്തില്ലല്ലോ. ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ സത്യം. അത് അദ്ദേഹം അങ്ങനെയാണല്ലോ, എല്ലാ കാര്യത്തിലും അദ്ദേഹം കടുപ്പിക്കും. ചിലപ്പോൾ മൈക്ക് കൂവുമ്പോൾ അതിനെതിരായിട്ട് ആളുകളോട് ഇത് ചെയ്യും. പിന്നെ ചിലതിനൊന്നും മറുപടി പറയത്തില്ല. മകളുടെ കാര്യത്തിൽ ചോദ്യം ചോദിച്ചാൽ പിണങ്ങിപ്പോവും, ക്രുദ്ധനാവും. അപ്പോ അദ്ദേഹം ഒരു ഏകാധിപതിയാണ്. അദ്ദേഹത്തിൻ്റെ പേടിച്ചാരും ഒന്നും ചെയ്യത്തില്ല. മാധ്യമക്കാരൊന്നും പറയത്തില്ല, പാർട്ടിക്കാരൊന്നും പറയത്തില്ല, MLA മാരൊന്നും പറയത്തില്ല, മന്ത്രിമാരൊന്നും പറയത്തില്ല. ഇപ്പോൾ ഇലക്ഷൻ ടൈമിൽ അദ്ദേഹമാണ് ഈ ഇലക്ഷൻ പ്രചരണത്തിന് മുഖ്യമായി ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അദ്ദേഹമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ച ആരോപണത്തിനെതിരായി ആക്ഷേപം ഉന്നയിക്കുന്നത്. കാരണം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി ചുമ്മാ കാര്യങ്ങൾ പറയത്തില്ല. കാര്യം എന്തായാലും പ്രധാനമന്ത്രി കാര്യങ്ങൾ പഠിച്ചിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഭയങ്കരമായ അഴിമതി നടന്നു, ആ അഴിമതിയിൽ ഈ പണം കിട്ടുന്ന മുറയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തവർക്കൊക്കെ തിരിച്ചു കൊടുക്കും എന്ന ഒരു ഉറപ്പ് കൊടുത്തത് അദ്ദേഹമാണ്. ആ ഉറപ്പിന്റെ കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ആ ഉറപ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോൾ തൃശ്ശൂര് BJP വളരെ ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്ന ഒരു സീറ്റാണ്. സുരേഷ് ഗോപി എങ്ങനെ വിജയിപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് BJPയുടെ അവിടുത്തെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഊന്നൽ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇത് നടപ്പിലാക്കും എന്ന് നടപ്പിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന്, പിന്നെ ഒരു ഇലക്ഷൻ ടൈമല്ലേ, അപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യേണ്ട ബാധ്യത നേതാക്കന്മാർക്കുണ്ട്. ഇതേ ഒരു പ്രധാനമന്ത്രി കൂടിയാണ്, വെറും പ്രചാരകനല്ല. പിന്നെ ഈ കാര്യം തൃശ്ശൂരാണ് ഇത് മേൽക്കൈയെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ
കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി വരികയും വോട്ട് കിട്ടാനിടയാവുകയും ചെയ്യും. പക്ഷേ എന്തു പറഞ്ഞാലും അതൊക്കെ കൊണ്ട് BJP സ്ഥാനാർത്ഥികൾ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല. അത് മനസ്സിലായി. ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോ തന്നെ കോൺഗ്രസിന്റെ ഒരു ആരോപണമുണ്ട്, CPM BJP ഡീല് പല മണ്ഡലങ്ങളിലും ഉണ്ടെന്ന്. അതായത് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള ചില സീറ്റുകളിൽ CPM അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും, തിരിച്ച് അതുപോലെ തന്നെ അവരുടെ ചില കേസുകളും കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ BJP സഹായിക്കുന്ന ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പല കാലങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ ഈ കരുവന്നൂർ വിഷയം മോദി വീണ്ടും ഒന്നുകൂടി ഇട്ടത് പിണറായി വിജയൻ ഇതൊന്ന് ഓർമ്മിക്കാനാണോ? തൃശ്ശൂർ ഞങ്ങളുടെ സീറ്റാണ്, അതൊക്കെ ഓർമ്മ വേണം, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം എന്ന രീതിയിലാണോ കോൺഗ്രസ് ഒക്കെ ആരോപിക്കുമ്പോൾ? അല്ല, അതും ആകാം. പക്ഷേ ഈ അവിടുത്തെ ഒരു മത്സരം ഒരു പ്രത്യേക തരത്തിലാണ്. തൃശ്ശൂർ കെ മുരളീധരൻ വന്നു. കെ മുരളീധരൻ ഒരു ചില്ലറക്കാരനല്ല. ഇല്ല. സുരേഷ് ഗോപിയും ചില്ലറക്കാരനല്ല, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പിന്നൊന്ന് സുനിൽകുമാറാണ്. സുനിൽകുമാർ വളരെ സ്വീകാര്യനാണ്, ജനസമ്മതനാണ്. അപ്പോൾ ഒരു നല്ല മത്സരം ഇവിടെ നടക്കുകയാണ്. ആ മത്സരത്തിൽ ആര് താഴെ പോകും, ആര് മേൽക്കൈ നേടും എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, കാണാനിരിക്കുന്നു. അത് നിസ്സാരമായി പറഞ്ഞു പോകാൻ പറ്റും. സാറ് കരുതുന്നത് തൃശ്ശൂർ അടക്കുന്നത് CPM BJP പോരാട്ടം എന്ന രീതിയിലാണോ, അതോ ഒരു ത്രികോണ മത്സരമായിട്ടാണ്? ത്രികോണ മത്സരമാണ്. അവിടെ ഒരു മേൽക്കൈ ഇപ്പോൾ നിലവിൽ സാർ ആർക്കാണ് കൊടുക്കുന്നത്? മേൽക്കൈ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. CPM സുനിൽകുമാറിന് മേൽക്കൈ ഉണ്ടെന്ന് പല പോളിംഗും റിസൾട്ടൊക്കെ വരുന്ന സർവേകളിലും പറയുന്നു, മുരളീധരനും പറയുന്നുണ്ട്. സുരേഷ് ഗോപി 2ാം സ്ഥാനത്ത് വരുമെന്ന രീതിയിലാണ് പല സർവേകളും വരുന്നത്. അല്ല, സുരേഷ് ഗോപി ഇടിച്ചു കയറി മുന്നോട്ട് വരുന്നുണ്ട്, മുരളീധരനും മുമ്പോട്ട് വരാം. അപ്പോൾ ഇവർക്കൊക്കെ ഈ ജനസമ്മതിയുടെ കാര്യത്തിൽ, പിന്നെ പത്മജ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരോട്ടും പോകത്തില്ല. എന്നാൽ പോലും അവർക്കിടയിൽ ഒരു സംശയം, ജനങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണം, ആരെ ജയിപ്പിക്കണം, ജയിപ്പിച്ചാൽ എന്താണ് പ്രയോജനം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനയ്ക്ക് ഇതുണ്ട്. അത് 2-3 മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിച്ച് നിൽക്കുകയാണ്. 1 തിരുവനന്തപുരം, 2 ആറ്റിങ്ങൽ, 3 തൃശ്ശൂർ. അവിടുത്തെ ആളുകൾ ജയിച്ചാൽ അവർ മന്ത്രിമാരാകാം, ആ മന്ത്രിമാരായാൽ ആ നിയോജക മണ്ഡലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന ഒരു തരത്തിൽ ഈ പ്രചരണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാകുമോ തെറ്റാകുമോ എന്ന കാര്യം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അത് അടുത്ത 4-ാം തീയതി അതറിയാം. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ കരുവന്നൂരിലൂടെ യാത്രയൊക്കെ നടത്തിയിരുന്നു. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് അതൊരു പദയാത്രയൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മോദി വന്നിട്ട് പ്രസംഗത്തിലൊക്കെ കരുവന്നൂർ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ സാറ് നമ്മുടെ ടോക്ക് തുടങ്ങുമ്പോൾ തന്നെ സാറ് ഒരുപാട് ബാങ്കുകളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. കരുവന്നൂരിൽ മാത്രമല്ല, കേരളത്തിലെ നിരവധി സഹകരണ ബാങ്കുകളിലാണ് ഇതിലും വലുതും ഇതും സമാനമായിട്ടുള്ള അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കാൾ വലിയ അഴിമതികളില്ല, ഇനി ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ അഴിമതികളുള്ള നിറഞ്ഞ സഹകരണ ബാങ്കുകൾ ഒരുപാട് കേരളത്തിൽ ഉണ്ടായിട്ടും കരുവന്നൂര് മാത്രം എന്തായിരിക്കും പ്രധാനമന്ത്രി ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, ഇത്രയും വലിയ ഒരു അഴിമതി നടത്തിയ ഒരു ബാങ്ക് വേറെ ഇല്ല. ഒന്നത്. രണ്ടാമത്, സഹകരണ നിയമം ഭയങ്കര കട്ടിയാണ്. അത് പാലിച്ചാൽ ഇപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾ സഹകരണ വകുപ്പിനെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നാണ്. ഇത്ര ഈ തിളച്ച് പാഞ്ഞു വരുന്ന വെള്ളപ്പൊക്കത്തെ പഴമുഖം കൊണ്ട് ഞങ്ങൾ തടുക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ സഹകരണ സംഘത്തിലുള്ള സഹകരണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കും, ED അന്വേഷിക്കേണ്ട എന്ന അർത്ഥത്തിലാണ് പിണറായി സംസാരിച്ചത്. അതല്ല ശരി. കാരണം അവിടെ ആരെടുത്തിട്ടുണ്ടോ പണം, അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ സ്വത്തിൽ നിന്ന്, മരിക്കുന്നതിന് മുമ്പ് വരെ, മരിച്ചാലും അവരുടെ സ്വത്തുക്കളിൽ നിന്ന് വീണ്ടെടുക്കാം, കണ്ടുകെട്ടാം എന്നാണ് സഹകരണ നിയമം. പക്ഷെ ആ സഹകരണ നിയമമൊക്കെ ഇവരുടെ മുമ്പിൽ ഭസ്മമായി പോവുകയാണ്. അത് ശരിയാണ്. ഇത് വേറൊരു കാര്യം കൂടെ സാർ, ഇപ്പൊ മോദി നേരിട്ട് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നു. പിണറായി വിജയനെ മകളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുയോഗത്തിൽ സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു, അത് പിണറായി വിജയൻ തനിക്കെതിരെ സംസാരിക്കുന്നതല്ലാതെ മോദിക്കെതിരെ BJPക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. തനിക്കെതിരെ സംസാരിക്കുന്നത് തനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ വല്ലപ്പോഴും മോദിക്കും RSSനും BJPക്കെതിരെയും കൂടി സംസാരിക്കാൻ പിണറായി വിജയൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ പത്രസമ്മേളനം നടന്നിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയതിന്റെ ഭാഗമായിട്ട് പക്ഷെ അപ്പോഴും
മോദിയെ കടുത്ത വിമർശനങ്ങളൊന്നും പിണറായി വിജയൻ ഉന്നയിക്കുന്നില്ല. മോദി പറഞ്ഞതിന് മറുപടി മാത്രമേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതെ, എങ്കിൽ എത്രയോ ആക്രമണങ്ങൾ നടത്താനുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ തനിക്കെതിരെ സഹകരണ പ്രസ്ഥാനത്തിനെതിരെ കരിവെണ്ണൂരിനെതിരെ വന്ന ആരോപണം ഉന്നയിച്ച അത് ശരിയായില്ല, അത് നിസ്സാരമായി ഞാൻ തള്ളുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ ശരിയാണ്. ഈ മോദിക്കെതിരായി എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അവസാനം ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നില്ല, ശരിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാസപ്പടി വിവാദത്തിൽ മകൾക്കെതിരെ ആരോപണങ്ങളും ഒക്കെ നടക്കുന്നത് ഒരു അറസ്റ്റിലേക്കോ മകളെ തുറങ്കിലേക്ക് പോകുന്ന രീതിയിലേക്കോ പോകാതിരിക്കാൻ ഒരു അച്ഛൻ നടത്തുന്ന നീക്കങ്ങളുടെ ബാക്കി പത്രമായി മാത്രം കണ്ടാൽ പോരെ? മതി. കാരണം സത്യമാണത്. ഇപ്പോൾ കുഴൽനാടൻ ഈ കേസ് എത്രയോ ഉയർത്തിക്കൊണ്ടുവന്നു. ആ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കുഴൽനാടനെതിരായി ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരായി നടപടി നടത്തുകയും അദ്ദേഹത്തിൻ്റെ വസ്തു അതിർത്തി തിരിച്ച് അളക്കുകയും ചെയ്യുകയാണ്. ഇപ്പം സ്വന്തം മകളുടെ പേരിൽ വന്നപ്പോൾ കുഴപ്പമുണ്ടായി എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയട്ടെ. സ്വന്തം മരുമകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പലരെയും കൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണനെ, തോമസ് ഐസക്കിനെ ഒക്കെ കൊണ്ട് മത്സരിപ്പിച്ചിരിക്കുന്നത് മരുമനെ കൂടെ അടുത്ത സാമന്ത രാജാവാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അടുത്ത മുഖ്യമന്ത്രിയാക്കി വരാം. കാരണം അദ്ദേഹത്തിന് ശേഷം ഒരാൾ വേണ്ടേ. അപ്പോൾ പറഞ്ഞു വരുന്നത്, കടുപ്പമേറിയ ധാർഷ്ട്യമേറിയ മുഖഭാവമായി നടക്കുന്ന പിണറായി വിജയൻ കരളിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു അച്ഛനും അതുപോലെ അമ്മായിയപ്പനും ഒക്കെയാണെന്നാണല്ലേ സാർ? അതല്ലോ. കാരണം അല്ലെങ്കിൽ ഈ മകളുടെ മാസപ്പടിയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ അന്വേഷിക്കാം എന്ന് പറയുന്നില്ല, എന്തുകൊണ്ട് ഇഡി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നില്ല. ആ പറയുന്ന ആരോപണം ഇതെല്ലാം കള്ളത്തരമാണെന്നാണ് പറയുന്നത്. ഇതൊന്നും നടക്കുന്നതല്ല, നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിന് തെളിവുണ്ട്. അത് ഇവർ മാത്രമല്ല, പല രാഷ്ട്രീയക്കാരും വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഈ മകളെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം വളരെ കോപിക്കുകയും എന്നാൽ സാന്ത്വനമായി മകളോട് പെരുമാറുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വാദം എപ്പോഴും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.